ഞണ്ടുകളുടെ കാൽ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എത്ര ഇറച്ചിയുണ്ടെങ്കിലും വില കുത്തനെ കുറയും. കാൽ മുറിഞ്ഞ ഞണ്ടുകൾ കയറ്റുമതിക്ക് ഉപയോഗിക്കില്ല. പ്രാദേശിക വിപണിയിലേക്കാണ് ഇത്തരം ഞണ്ടുകൾ എത്തിച്ചേരുന്നത്. ഭംഗിയും തൂക്കവും അനുസരിച്ച് പ്രത്യേക വിഭാഗങ്ങളായി തരംതിരിച്ചാണ് ഞണ്ടുകളുടെ വിൽപ്പന. നാം ധരിക്കുന്ന ഷർട്ടിന്റെ അളവുകൾ പോലെ XXL, XL, മീഡിയം, സ്മോൾ എന്നിങ്ങനെ ഞണ്ടുകളെ തരംതിരിച്ചിരിക്കുന്നു. XXL വിഭാഗത്തിലുള്ള ഒരു ഞണ്ടിന് 3 കിലോയ്ക്ക് മീതെ തൂക്കമുണ്ടാകും. കിലോയ്ക്ക് 500 രൂപയാണ് XXLന്റെ ഇപ്പോഴത്തെ വില. XLന് കിലോയ്ക്ക് 400 രൂപയും മീഡിയം വിഭാഗത്തിന് 350 രൂപയും വില കിട്ടും. നാം ഉൽപ്പാദിപ്പിക്കുന്ന ഞണ്ടുകളിലെ മുന്തിയ ഇനങ്ങൾ ഭൂരിഭാഗവും വിദേശികളുടെ തീന്മേശയിലേക്കാണ് എത്തുന്നത്. സിംഗപ്പൂരാണ് ഇന്ത്യൻ ഞണ്ടുകളുടെ പ്രധാന വിപണി. കർഷകർ നേരിട്ടോ അല്ലെങ്കിൽ ഇടനിലക്കാർ വഴിയോ ആണ് ഞണ്ടുകൾ വിപണിയിൽ എത്തുന്നത്. കുമ്പളങ്ങിയിൽ നിന്നും പിടിച്ചെടുക്കുന്ന ഞണ്ടുകൾ ചെന്നൈ വഴി 48 മണിക്കൂറിനുള്ളിൽ സിംഗപ്പൂർ വിപണിയിലെത്തുന്നു. കൊച്ചിയിൽ നിന്നും ചെന്നൈയിലേക്ക് തീവണ്ടി മാർഗമാണ് ഞണ്ടുകളെ എത്തിക്കുന്നത്. കല്ലഞ്ചേരി റിട്രീറ്റിൽ സഞ്ചാരികൾക്കായി കുമ്പളങ്ങിയുടെ തനത് ഞണ്ട് വിഭവങ്ങളുണ്ട്. നാട്ടിൻ പുറത്തിൻ്റെ രുചിയിലും ശൈലിയിലുമാണ് പാചകം. വിദേശീയർക്കായി പഞ്ചനക്ഷത്ര ഭക്ഷണമല്ല, ഗ്രാമീണ രുചികളുള്ള നല്ല നാട്ടുഭക്ഷണമാണ് വേണ്ടതെന്ന് അനുഭവം പഠിപ്പിച്ചതായി ആന്റണി പറയുന്നു. അവർക്ക് നമ്മളുടെ ജീവിത രീതി, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണവും നമ്മൾ കൊടുക്കുന്ന ആ രീതി ഭൂരിപക്ഷം ആളുകൾക്ക് അങ്ങനെയാണ്. നമ്മളുടേതായിട്ടുള്ള ഭക്ഷണം അവർക്ക് മതി. എരിവ് കൂടുതലാണെങ്കിലോ ചിലവർ നമ്മളുടെ ഭക്ഷണം കഴിക്കണമെന്നുള്ള രീതിയിലാണ്. വിദേശികൾക്ക് മുന്നിൽ തീന്മേശയിൽ നിറയുന്ന കുമ്പളങ്ങി വിഭവങ്ങൾക്ക് കൈയും കണക്കുമില്ല. മലിനപ്പെടാത്ത ചുറ്റുപാടുകളും വൃത്തിയുള്ള ടോയ്ലറ്റുകളും മാത്രമാണ് വിദേശീയർ നിർബന്ധപൂർവം ആഗ്രഹിക്കുന്നത്. വിനോദസഞ്ചാര വികസനത്തിനായി അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിമുഖത കാട്ടുന്ന മലയാളികൾക്ക് ഉത്തമ മാതൃകയാണ് തൻ്റെ റിട്രീറ്റിൽ ആന്റണി ഒരുക്കിയിരിക്കുന്ന ലളിതമായ സൗകര്യങ്ങൾ. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെങ്കിൽ കുമ്പളങ്ങി ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ സ്വന്തം ഗ്രാമം എന്ന് പറയിക്കുന്ന ആതിഥേയ സംസ്കാരം. തോണിയാത്രയും ചീനവലകളും കുമ്പളങ്ങിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ഹരമാണ്. കായലിലൂടെ നീങ്ങുമ്പോൾ സഞ്ചാരികൾക്ക് അഭിവാദ്യമർപ്പിച്ച് തോണിയുടെ ഇരുഭാഗത്തു നിന്നും പൂമീനുകൾ വെള്ളത്തിന് മുകളിലേക്ക് കുതിച്ചുയരും. വിദേശീയർക്ക് മാത്രമല്ല, തദ്ദേശീയർക്കും ഇത് വിസ്മയ കാഴ്ച. ആന്റണിയുടെ പാടത്തോട് ചേർന്ന് തന്നെ ഒരു ചീനവല ഒരുക്കിയിട്ടുണ്ട്. അത് വലിക്കാൻ വിദേശികളും ഒപ്പം കൂടുന്നു. ചൈനയുമായി കേരളത്തിനുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന്റെ ബാക്കി പത്രമാണ് കൊച്ചിക്കായലിന്റെ മുഖമുദ്രയായ ചീനവലകൾ. മരത്തട്ടിലുള്ള ചീനവലകൾ കുമ്പളങ്ങിയുടെയും സൗന്ദര്യമായി മാറിയിരിക്കുന്നു. അധ്വാനത്തിന്റെ ഇത്തരം സുന്ദര മുഹൂർത്തങ്ങൾ കുമ്പളങ്ങിയിൽ സാധാരണമാണ്. ചെറുവഞ്ചികളിൽ തുരുത്തുകളിലൂടെയും കണ്ടൽക്കാടുകളിലൂടെയുള്ള സഞ്ചാരം അനുഭൂതിദായകമാണ്. ടൂറിസം വികസനത്തിന്റെ ഭാഗമായി കുമ്പളങ്ങിയിൽ കണ്ടൽക്കാടുകൾ വച്ചുപിടിപ്പിക്കുന്ന തിരക്കിലാണ് അധികൃതർ. കണ്ടൽ ചെടികൾ മണ്ണൊലിപ്പ് തടയുകയും വെള്ളം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. കൊക്കോ വർഗത്തിലുള്ള പക്ഷികളുടെയും അസംഖ്യം ചെറുമീൻ പറ്റങ്ങളുടെയും താവളമാണ് കണ്ടൽ ചെടികൾ. ഗ്രാമങ്ങളുടെ സാംസ്കാരിക നിലയും സവിശേഷ ജീവിതശൈലിയും
അതേ രൂപത്തിൽ തന്നെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ തയ്യാർ ചെയ്ത പദ്ധതി അനുസരിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ ടൂറിസം ഗ്രാമമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കുമ്പളങ്ങിയായിരുന്നു. പാരിസ്ഥിതിക വികസനത്തിന്റെ പുത്തൻ തലങ്ങൾ ദിനംപ്രതി പിന്നിടുകയാണ് ഈ ശുദ്ധ സൗമ്യ ഗ്രാമം. ജീവിതം ആഘോഷമാക്കി മാറ്റിയവരാണ് ഇവിടത്തുകാർ. ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും കുമ്പളങ്ങി അവർക്ക് പ്രത്യേക വികാരമാണ്. ഈ വികാരമാണ് ലോകത്തെ കുമ്പളങ്ങിയിൽ എത്തിക്കുന്നത്. കുമ്പളങ്ങിയോട് യാത്ര പറഞ്ഞ് വീണ്ടും നഗരപാതയിലേക്ക്, കൊച്ചിയിലെ സൗന്ദര്യം നിറഞ്ഞ ഒരു സന്ധ്യയിലേക്ക്. അന്തിമാനം ചായമൊരുക്കുന്നു. ഹരിതാപ തേടിയുള്ള ഹരിതഭാരതത്തിന്റെ പ്രയാണം വീണ്ടും തുടരുകയാണ്.